ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാനും തേജും പാടെ തുള്ളി കളിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ തേജുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സ്നാക്സ് വാങ്ങാൻ കേട്ടോ. അത് നമ്മുടെ ചാത്തനോട് ഉണ്ണിയേട്ടൻ്റെ ഇടയിലേക്ക് പോണത്. അങ്ങനെ ബേക്കറിയിൽ എത്തിയപ്പോൾ അവന് ഫസ്റ്റ് എന്താ വേണ്ടിച്ചാൽ അവന് പൊട്ടാറ്റോ ബിസ്ക്കറ്റ്. അത് എവിടെ പോയാലും ആദ്യം അത് എടുക്കുക. അവന് പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റ് കാണിച്ചു. അപ്പോൾ ഗുഡ് അല്ല അവന് വേണ്ടത്, മുകളിൽ ഡാർക്ക് ഫാൻറ്റസി ആയിരുന്നു. അപ്പോൾ ഡാർക്ക് ഫാൻറ്റസി എടുത്ത് കൊടുത്തു. പിന്നെ അവനെ കൊണ്ട് വേറെ എന്താ ഉപയോഗിച്ചാൽ അവൻ അത് വേണം ഇത് വേണമെന്നൊന്നും പറയില്ല, എന്തായാലും ചെറിയ കാര്യങ്ങൾ തന്നെ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ എന്ത് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചാത്തിനുള്ളൊരു ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചാത്തിനുള്ള ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞു തേജിനോട്, എടാ എന്ത് വേണമെങ്കിൽ എടുത്തടാ, വലുതെടുക്കടാ, ചെറുതെടുക്കല്ലേ, വലുതെടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാലോ ബേക്കറിയിൽ എന്തത്ര വലുതുണ്ടാവുകയെന്ന്. അപ്പോൾ അവനോട് എടുത്തോളം പറഞ്ഞു. അവനൊന്നും എടുത്തില്ല, അവൻ ചെറിയ ചടപ്പുണ്ടായിരുന്നു. പിന്നെ തേജിനും ബൂസ്റ്റിൻ്റെ ജ്യൂസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ കണ്ടത് നമുക്ക് മൈലാഞ്ചിക്കാടുള്ള ഇവരുടെ മേമ എത്ര സൂര്യയുടെ മേമയെന്നാണ് പറഞ്ഞത്. ആ അമ്മയ്ക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ തേജ് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു. ജ്യൂസ് പൊട്ടിച്ചു കൊടുത്തു, ജ്യൂസ് കുടിച്ചു. പിന്നെ എൻ്റെ ചെറിയ പ്രവേശനമാണ്, ആദ്യമായിട്ട് വീഡിയോ എടുക്കല്ലേ, അതിൻ്റെ ചെറിയ പ്രവേശനം. പിന്നെ ഞാൻ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ തേജുവിന് ജ്യൂസ് മതിയായി എന്നാണ് പറഞ്ഞത്. അതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് സൂര്യ വെജിറ്റബിൾ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെജിറ്റബിൾ മേടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞാനും തേജും പാടെ പുറത്തിറങ്ങുമ്പോണ്ട് ഗംഭീര മഴ പുറത്ത്. അപ്പോൾ കട്ട പോസ്റ്റായി, ഒരു 10 മിനിറ്റോളം അവിടെ കട്ട പോസ്റ്റായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മഴ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് ഞാൻ തേജുവിനെ വണ്ടർ ബാക്കിലെത്തി. നമ്മളെ കുറച്ച് മഴ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ചെറിയ ചാറലുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴും. അപ്പോൾ അങ്ങനെ സൂര്യ വീഡിയോ എടുക്കണ്ടായിരുന്നു പുറത്തിരുന്നിട്ട്. പിന്നെ സൂര്യ വിളക്കൊക്കെ കെടുത്തിയിട്ട് ഉള്ളിൽ കയറി ചെറിയ ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈവനിങ്ങിൽ നമ്മൾ ഭക്തിഗാനങ്ങൾ വെക്കാറുണ്ട്. പിന്നെ തേജ് വന്നപാടെ കിടന്നപാടെ സൂര്യ പിന്നെ ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിട്ടാണ്. ഞാൻ വോയിസിൽ എന്തൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുന്നു, കോഴി പോലെ ഇരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.